ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് അല്ലേ? അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വലത് കൈയെടുത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് 70 തവണ ഇന്ന് നിങ്ങൾക്ക് ഈ ഇസ്മ ചൊല്ലാൻ പറ്റിയാൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായൊരു പ്രയാസം അള്ളാഹു തരൂല. മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ പ്രയാസങ്ങളെ അള്ളാഹു ഇല്ലാതാക്കും. എത്ര വലിയ ദാരിദ്ര്യം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിലും അള്ളാഹു മോചനം തരും. മാത്രമല്ല, വരുന്നൊരു വർഷം മനോഹരമാക്കാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഓരോരോ ഇടങ്ങേറുകൾക്കും മരുന്നായി 10ഓളം മന്ത്രങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ രോഗങ്ങളാകട്ടെ, കച്ചവട കാര്യങ്ങളാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, ഏത് വിഷയത്തിലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ 10ഓളം മന്ത്രങ്ങൾ. അപ്പോൾ അതെന്ത് ഏതിനുള്ളതാണ് എന്നൊക്കെ ഉള്ളത് പഠിച്ചു വെച്ചാൽ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ആ ഇസ്മ ചൊല്ലി നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ അത്ഭുതം നിറഞ്ഞ 10 മന്ത്രങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. റെഡിയല്ലേ നിങ്ങൾ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ദുൽഹജ്ജിൽ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച, ഇത്ര മഹത്തരമായൊരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ? മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുനോട്ടം നമ്മിലേക്ക് ലഭിക്കുന്ന മനോഹരമായ നിമിഷമാണ് വെള്ളിയാഴ്ച. നമ്മുടെ സ്വലാത്തുകൾ അവിടെ നിന്ന് നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും നീക്കിയെടുക്കാൻ പറ്റിയ 10 അത്ഭുത മന്ത്രങ്ങൾ പഠിക്കാം. അതിലൊന്ന് ഹൃദയത്തിലേക്ക് കൈ ചേർത്ത് വെച്ച് ചൊല്ലേണ്ട അത്ഭുത ഇസ്മാണ്. ജീവിതം മാറും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും. ഓരോ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ഓരോ ഇസ്മുകൾ അല്ലെങ്കിൽ ഓരോ ദുആകൾ ഇത് പഠിച്ചു വെക്കുക. ഇത് കൃത്യമായി സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആ പ്രയാസം വരുന്ന സമയത്ത് മനസ്സറിഞ്ഞ് നമ്മൾ ഈ പഠിക്കുന്ന ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും. ഏതായാലും പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ബർക്കത്തുകൊണ്ട് ഈ കഴിഞ്ഞു പോകുന്ന വർഷം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വരാനിരിക്കുന്ന വർഷത്തെ വേണ്ടതുപോലെ പരിഗണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഒന്നാമത്തെ എന്താണെന്നറിയോ? ഇത് വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു അമലാണ്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടാണ് അല്ലേ? മഹാനായ ഇമാം സുഹ്റവർദി റഹിമഹുല്ല പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ്, സ്ത്രീകളാണെങ്കിൽ ളുഹറിന് മുമ്പ് യാ അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ, യാ അല്ലാഹ്, അതൊരു വല്ലാത്ത വൈകാരികതയോടെ 200 തവണ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പോ അല്ലെങ്കിൽ ളുഹറിന് മുമ്പോ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം ഖുളിയത്ത് ഹാജത്തുഹു, അവൻ്റെ ആഗ്രഹം അള്ളാഹു നടത്തിത്തരും. ഉറപ്പാണ്, നടന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ എത്ര വലിയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും വെള്ളിയാഴ്ച കിട്ടുമ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ ഇന്ന് ജുമാക്ക് മുമ്പ് നമ്മുടെ മനസ്സറിഞ്ഞിട്ട് എൻ്റെ റബ്ബ് എന്നുള്ളൊരു വൈകാരിക ബോധമല്ലേ, എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ ഭർത്താവ് അല്ലേ, ആ ഒരു വൈകാരികത, അതിലെല്ലാം ഉപരി എൻ്റെ റബ്ബ്, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്, അങ്ങനെ ഓരോരോ ഇസ്മും മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തട്ടിയിട്ട് പടച്ചോൻ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ 200 തവണ അല്ലേ? ജസ്റ്റ് 200 ടൈംസ്, വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? യാ അല്ലാഹ് 200 തവണ ചൊല്ലാൻ എത്ര നേരം വേണം? അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് പുണ്യ ദുൽഹജ്ജിലെ അവസാനത്തെ വെള്ളിയാഴ്ച, ഇക്കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച മനസ്സറിഞ്ഞു ധാരക്കണം. ഇത് 200 തവണ ചൊല്ലിയിട്ട് പടച്ചോനെ ഈ കഴിഞ്ഞു പോകുന്ന കൊല്ലം അനുകൂലമാകണം, വരാനിരിക്കുന്ന കൊല്ലം അടിപൊളിയാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തേത് കടക്കെണിയാണ്. ഒരുപാട് കടം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്. അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ ഈ ലോൺ എടുത്ത് പെട്ടുപോയവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കേട്ടോ. ലോണിലൊന്നും പോയി പെടരുത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടുപോയവരുണ്ട്. അള്ളാഹു വീട്ടിൽ തരാൻ കഴിവുള്ളവനാണ്. നമ്മൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ട് നാസിരിമാമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വീട്ടിലേക്ക് കയറി വരുമ്പോൾ, നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്നൊരു സംഗതിയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ
വലതുകാല് വെച്ച് കയറി ഇല്ല ബിസ്മി ചൊല്ലി വലതുകാല് വെച്ച് കയറിയിട്ട് സലാം പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലേ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണം. ആരും ഇല്ലെങ്കിലും അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയണം. സലാം പറഞ്ഞ് കയറിയിട്ട് നിങ്ങളൊരു ഫാത്തിഹ ഓത. എന്ത് ചെയ്യണം? ഒരു ഫാത്തിഹ ഓത. കടമുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒരു ഖുൽ ഹു അല്ലാഹു എന്ന സൂറത്തും കൂടെ ഓതുക. ഇത് നിങ്ങൾ എപ്പോഴെല്ലാം വീട്ടിന് പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറുന്നുണ്ടോ ഇതിങ്ങനെ പതിവാക്കുക. ആണും പെണ്ണും ഒക്കെ പതിവാക്കുക. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളറിയാതെ നിങ്ങളുടെ കടം വീടാനുള്ള മാർഗം ആര് തുറന്നു തരും? അല്ലാഹു റബ്ബുൽ ആലമീൻ തുറന്നു തരും. മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത്, ജോലിയിലൊരു ബർക്കത്തില്ലാന്ന്. ഈ ജോലിയിൽ ബർക്കത്തുണ്ടെങ്കിലാണ് വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ജോലിക്ക് പോയിട്ട് ആകെപ്പാടേട്ടെ ഇങ്ങനെ ഒരു റാഹത്തില്ല അല്ലേ, കയ്യിലൊന്നും തികയണില്ല, ഒരു ബർക്കത്തില്ല. ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനായിട്ട് ശരീരങ്ങളൊക്കെ പറയുന്നത് കാണാം, നിങ്ങൾ ഹൗക്കലത്ത് അധികരിപ്പിക്കുക. ഡെയിലി ഒരു 100 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സറിഞ്ഞ് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മന്ത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോട്ടോ, ജോലിയിൽ ബർക്കത്ത് വേണ്ട ഒരു ഇത് ചൊല്ലാം. നാലാമത്തേത്, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമുണ്ട്, ഇന്നും നടന്നു കിട്ടണം. എടാ, നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുന്നൊരു ഇസ്മുണ്ട്. ദൈറബീത്തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ദൈറബി മാമയ്ക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സ്വാലിഹീങ്ങൾ ചെയ്തിട്ട് അനുഭവിച്ചറിഞ്ഞ സംഗതികൾ നമുക്ക് പഠിപ്പിച്ചു തരണം അതല്ലേ. അതായത് നിങ്ങളുടെ മനസ്സിൽ നടക്കൂല നിങ്ങൾ വിചാരിക്കുന്ന സംഗതി മനസ്സറിഞ്ഞ് നിങ്ങൾ ഡെയിലി, അതായത് ഏത് ആഗ്രഹം ഉള്ളപ്പോഴാണ് ഡെയിലി ചൊല്ലണം എന്നല്ല, ആ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് 1000 തവണ നേർച്ചയാക്കി തന്നെ ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം 1000 തവണ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദ്വാരക്ക്. ബദറിൻ്റെ തലേന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ദ്വാരുന്നത് യാ ഹയ്യു യാ ഖയ്യൂം എന്നല്ലേ. അത് ജലാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രഭ ഇങ്ങനെ തിളങ്ങി നിൽക്കണ ഒരു ഇസ്മാൻ, ഇസ്മുൽ ആലമാണെന്ന് പോലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട യാ ഹയ്യു യാ ഖയ്യൂം 1000 തവണ ചൊല്ലിയിട്ട് ദ്വാരുന്നു, അള്ളാഹു അത് നടത്തിത്തരും. ഓക്കെ, ഇനി 5-ാമത്തേത്, മക്കളൊന്ന് നന്നായി കിട്ടണം ഉസ്താദേ. എന്തോരം മാതാപിതാക്കളാണ് ഇപ്പം കഴിഞ്ഞ പെരുന്നാളിനും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ പെരുന്നാളിനും ഒക്കെ എന്നോട് പറയുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് പലരും. മക്കളുടെ വിഷയമാണ് അല്ലേ. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് വേദനകളും യാതനകളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും മോചനം തരട്ടെ. മക്കൾ നന്നാകാനായിട്ട് ചെറുപ്പം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനിക്കുന്ന സമയത്ത് വലത് ചെവിയിൽ ബാങ്കും ഇട ചെവിയിൽ ഇഖാമത്തൊക്കെ കൊടുക്കും. നമ്മൾ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതും. ഇതൊക്കെ ഓതുന്നതോടൊപ്പം സൂറത്ത് യൂസുഫിലെ 2-ാമത്തെ ആയത്ത് ചെവിയിൽ ഓതണമെന്നില്ല, കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഓതാം. ചെറുപ്പത്തിൽ ഇപ്പോൾ ഗർഭിണികളായ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഭർത്താവിന് പഠിപ്പിച്ചു കൊടുക്കണം. സൂറത്ത് യൂസുഫിലെ 2-ാമത്തെ ആയത്ത് ഏതാ? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഈ ആയത്ത് ഓതപ്പെട്ടാലുള്ള ഗുണം എന്ന് വെച്ചാൽ, കുട്ടിക്കൊരു പൈശാചിക ബുദ്ധിമുട്ടോ കുഞ്ഞിന് വഴികേടോ ഉണ്ടാകാത്ത വണ്ണം അള്ളാഹു സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യൂലേ, നമ്മുടെ കുഞ്ഞ് നന്നായി കിട്ടണ്ടേ. പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര വാശി, പറഞ്ഞാലൊന്നും ഒരു അനുസരണയില്ല. അത് വലിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്കൊരു വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സൂറത്തുൽ ഫത്തഹിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരു തവണ ഓതിയിട്ട് ഒന്ന് മന്ത്രിച്ച് കൊടുത്തു നോക്ക്. അതങ്ങനെ ആ ബോധ്യത്തിൽ ചെയ്യ്. കുഞ്ഞുങ്ങളിൽ ഇതിങ്ങനെ പതിവാക്കും തോറും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി ചെറിയ വളരെ പൊടി കുഞ്ഞുങ്ങളാണ്, ഭയങ്കര വാശി, ഒരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് 21 തവണ യാ മുഹസ്വി യാ അല്ലാ, മുഹ്സി അല്ല സ്വാദാൻ, യാ മുഹസ്വി യാ അല്ലാ എന്ന് 21 തവണ ഓതി ഇഷ്ഫീന്ന് മന്ത്രിച്ചിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഈ കൊല്ലവും വരാനിരിക്കുന്ന കൊല്ലമൊക്കെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ലൈഫ് സെറ്റല്ലേ അല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 21 തവണ ഓരോ തവണയും മന്ത്രിക്കണ്ട, 21 തവണ ഓതിയിട്ട് എന്ത് ചെയ്താൽ മതി, മന്ത്രിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കുക. നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 6-ാമത്തേത്, നമ്മുടെ ജോലിയിലൊരു അഭിവൃദ്ധി വേണം ഇല്ലേ. ശമ്പളത്തിലൊരു ബർക്കത്ത് വേണം. ശമ്പളത്തിലൊക്കെ ഒരു ബർക്കത്ത്, എന്തോരം പണിയെടുത്തിട്ടും ശമ്പളത്തിലൊന്നും ഒരു ബർക്കത്തില്ലാന്നേ. നബഹാനി മാമ അറിയുന്നുണ്ട്, നിങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാനെപ്പോഴും പറഞ്ഞു, ജോലിയിൽ ബർക്കത്ത് ശമ്പളത്തിൽ ബർക്കത്ത് ഉണ്ടെങ്കിലാണ് വീട്ടിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. സാമ്പത്തിക അഭിവൃദ്ധി വേണം നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വലത് കൈ ഇടത് നെഞ്ചിലേക്ക് വെച്ചിട്ട് യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ 71 തവണ. ഇത് ഡെയിലി ഒന്ന് പതിവാക്കി നോക്കിയേ, ഡെയിലി ഒന്ന് പതിവാക്കി നോക്ക്.
മനസ്സിലായോ? ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, അപ്പോൾ സ്ത്രീകൾക്ക് ഇത് ചെയ്താൽ തന്നെ അടുക്കളയിലൊക്കെ വല്ലാത്തൊരു ബറക്കത്ത്, തൊടുന്നതൊക്കെ പൊന്നായി മാറും. ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റാണല്ലോ ഈ ഫുഡിന് എന്ന് കെട്ടിയോൻ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ജോലിയിൽ ബറക്കത്ത്, സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ റെഡിയാണ്. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വലത് കൈ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് യാ ഫത്താഹ് യാ അല്ലാഹ് എല്ലാം തുറന്നു തരുന്ന, വിജയം തരുന്ന റബ്ബുൽ ആലമീനായ പടച്ചോനെ മനസ്സറിഞ്ഞ് വിളിക്ക്. 71 ടൈംസ്, 71 തവണ ഡെയിലി ചൊല്ലുവേ, മാറും. 21 ദിവസം ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി 7-മത്തേത് സാമ്പത്തികമായ ഒരു ഐശ്വര്യം വേണം. സമ്പത്ത് ഒന്നിനും തികയണില്ല അല്ലേ? നമ്മളൊരു കാര്യം വരുമ്പോൾ എപ്പോഴും കടം മേടിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഒരു ബറക്കത്തില്ലായ്മ. അപ്പോൾ സാമ്പത്തികമായ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? 40 ദിവസം 40 തവണ. എത്ര ദിവസം? 40 ദിവസം ചെയ്താൽ മതി. എത്ര തവണ ചെയ്യണം ഡെയിലി? 40 തവണ. യാ അസീസു യാ അല്ലാഹ്, പ്രതാപശാലിയായ റബ്ബ്, അവൻ എന്നെ നാണം കെടുത്തല്ലേ പടച്ചോനെ, നിനക്കാണ് പ്രതാപം, ഞാൻ നിൻ്റെ അടിമയാണ്, എന്നെ നീ നാണം കെടുത്തൂല എന്നുള്ള ബോധ്യം എനിക്കുണ്ടല്ല. ആ ബോധ്യത്തിൽ തന്നെ യാ അസീസു യാ അല്ലാഹ് ഡെയിലി 40 തവണ. എത്ര ദിവസം? 40 ദിവസം പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ 8-മത്തേത്, നമ്മുടെയൊക്കെ വീടുകളിൽ രോഗികളുണ്ട്, കുടുംബത്തിൽ രോഗികളുണ്ട്, ചിലപ്പോൾ നമ്മൾ തന്നെ രോഗികളാണ്. അപ്പോൾ ചികിത്സിക്കണം, രോഗം വന്നാൽ ചികിത്സ തേടണം. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയും നമ്മോടുള്ള കൽപ്പനയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതോടുകൂടെ എന്ത് ചെയ്യണം? ആ രോഗിയുടെ അടുക്കലിരുന്ന് പതിയെ മതി യാ സലാമു യാ അല്ലാ, രക്ഷ നൽകുന്നവനായ റബ്ബിലെ 121 തവണ ഒന്ന് പാരായണം ചെയ്യുക. എത്രയാണ്? 121 തവണ പാരായണം ചെയ്യുക. മനസ്സറിഞ്ഞ് ഓതണം കേട്ടോ. അങ്ങനെ ഓതിയാലുള്ള ഗുണം എന്താ? ഹൈറായത് പടച്ചോൻ സംഭവിപ്പിക്കും. ജീവിതമാണ് ഹൈറെങ്കിൽ അങ്ങനെ, മറിച്ച് മരണമാണെങ്കിൽ പടച്ചോനിട്ട് നരകിപ്പിക്കൂല. ഹൈറെന്താണോ അത് അള്ളാഹു നടത്തി കൊടുക്കും. 121 തവണ മന്ത്രിക്കണം എന്നില്ല, മന്ത്രിച്ചാൽ നല്ലത്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ. 9-മത്തേത്, ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത വേണം. വീട്ടിൽ ഒരു വിലയില്ല, നാട്ടിലും വിലയില്ല, അങ്ങനത്തേക്കൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബ്, രാജാധികാരി അള്ളാഹു അല്ലേ? അമ്മായിയമ്മ അല്ല രാജാവ്, മരുവനല്ല രാജാവ്, അല്ലെങ്കിൽ മരുമോളല്ല രാജാവ്, മക്കളല്ല രാജാക്കൾ, ആരുമല്ല, അള്ളാഹു മാത്രമാണ്. യാ മലിക്കു യാ അള്ളാ ഡെയിലി 121 തവണ ചൊല്ലിക്കോ. ഏത് സമയത്താണെങ്കിലും ഈ വെറുതെ ചൊല്ലിക്കോ എന്ന് പറയുന്ന സംഗതികളൊക്കെ സുബഹി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചൊല്ലാം. 121 തവണ യാ മലിക്കു യാ അള്ളാ. മനസ്സിലായോ? അപ്പോൾ ഒരു വല്ലാത്ത സ്വീകാര്യത. നമ്മുടെ പ്രവർത്തനവും നന്നാവണം കേട്ടോ. വെറുതെ ദിക്കറും ചൊല്ലിയിരുന്നാൽ പോരാ, നമ്മൾ നന്നാകുന്നതോടൊപ്പം ഈ ദിക്കറുകൾ കൂടെ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു കാവലും ജനങ്ങളുടെ മനസ്സിലൊരു ഇഷ്ടവും, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മനസ്സിലൊരു ഇഷ്ടവും അള്ളാഹു തരും. തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഞാൻ മുമ്പ് ഇതേപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു പെൺകുട്ടി, ഉസ്താദ് ഞാനിത് ചൊല്ലിയിട്ടും എനിക്ക് സ്നേഹം കിട്ടണില്ലല്ലോ. ഞാൻ ചോദിച്ചാൽ ആരെയടി നീ സ്നേഹിച്ചത്? ആരുടെ സ്നേഹവും കിട്ടാത്തത്? ഭർത്താവിൻ്റെതാണ്. ഭർത്താവിൻ്റെതല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാനൊരുത്തനായിട്ടിങ്ങനെ അഫെയർ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ തവണ ദിക്കറ് ചൊല്ലി, പക്ഷെ അവൻ എന്നെ സ്നേഹിക്കണില്ല. ഒരറ്റടി കൊടുക്കണ്ടേ ചെയ്താൻ? അന്ന് ആലോചിച്ച് നോക്കിയേ. അതിനാണ് ഈ ദിക്കറ് പറഞ്ഞു തരുന്നത്. ഹലാലായതിന് പിന്നെ നിങ്ങളുടെ കള്ളപ്രേമത്തിനൊക്കെ ദിക്കറും ചൊല്ലിയിരിക്കുമ്പോൾ അല്ല ഇങ്ങനെ പ്രേമം സെറ്റാക്കി തരാനിരിക്കുകയാണല്ലോ. എന്തുവാടേ ഇതൊക്കെ? ഇത് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, അങ്ങനെയാണ് നല്ല മനുഷ്യരുടെ സ്നേഹം കിട്ടാൻ, കുടുംബത്തിലുള്ള വിള്ളലുകൾ മാറാൻ. അതിനാണ് യാ മലിക്കു യാ അല്ലാ ഡെയിലി 121 തവണ കേട്ടോ, കള്ളപ്രേമത്തിനല്ല. 10-മത്തേത്, ആക്സിഡൻറ്റുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ. എപ്പോഴും അപകടമാണ് അല്ലേ? അങ്ങനെ ഒരു കുടുംബം എപ്പോഴും അപകടം, തൊട്ടതിനും പിടിച്ചതൊക്കെ അപകടം, എപ്പോഴും വീഴ്ചയാണ്, എപ്പോഴും വണ്ടി ഇടിക്കലാണ്. അങ്ങനത്തേക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? 100 തവണ 7 ദിവസം ഡെയിലി 100 തവണ യാ ബാരി ഉ യാ അല്ലാ, യാ ബാരി ഉ യാ അല്ലാ എന്ന് ഡെയിലി 100 തവണ. എത്ര ദിവസം ചൊല്ലണം? 7 ദിവസം ചൊല്ലണം. അങ്ങനെ ഒന്ന് പതിവാക്കി നോക്കിയേ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇടയ്ക്കിടെ വരുന്ന അപകടങ്ങൾ, ഇടയ്ക്കിടെ വരുന്ന രോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെ കാവൽ തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പുതുവർഷം നമ്മുടെ കയ്യിൽ കുറേ മരുന്നുകളുണ്ട്, 10ഓളം മരുന്നുകളുണ്ട്. ഇത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ളൊരു പുതുവർഷം നിങ്ങൾ ആസ്വദിച്ചു നോക്കിയാൽ ലൈഫ് സെറ്റാവും, ലൈഫ് കളറാവും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, മുത്തുനബി നോക്കുന്ന ദിവസമാണ്. ഏറ്റവും നല്ലൊരു വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച കടന്നു പോകുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുഹറത്തിലെ വെള്ളിയാഴ്ചയാണ് അല്ലേ? അപ്പോൾ കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ ഉസ്താദിന് വേണ്ടി കഴിയുന്നവരൊക്കെ നല്ലൊരു ഹദിയ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അള്ളാഹു വെറുതെ ആക്കൂലല്ലോ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ സ്വലാത്തൊക്കെ ചൊല്ലണതിൻ്റെ ഇടയിൽ ഈ ഹദിയ കൂടെ ചെയ്യുമ്പോൾ മുത്തുനബി അത് നോക്കല്ലേ, ലൈഫ് സെറ്റല്ലേ? ഈ കൊല്ലവും വരാനിരിക്കുന്ന കൊല്ലമൊക്കെ മനോഹരാകാൻ അത് മാത്രം മതിയല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട അബൂബക്കറേ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മുത്തുനബി പറഞ്ഞ ആ മനോഹരമായ ആയത്ത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്താണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം തിരിച്ചറിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്.
അപ്പോൾ പുതിയൊരു വർഷം കടന്നു വരാൻ പോകാൻ. ഇത് എത്രാമത്തെ ഹിജറ വർഷമാണ്? എത്രാമത്തെ ഹിജറ വർഷം? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കണയല്ല. ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ പുറത്തു തരണയല്ല. നിന്റെ തിരുനോട്ടം തരണയല്ല. കരുണക്കടലായ റബ്ബേ, ഒരുപാട് വേദനകളുണ്ട്, സലാമത്ത് നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. യാ റബ്ബന, ഒരുപാട് പേര് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണയല്ല. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഈ വെള്ളിയാഴ്ചയുടെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ, ഈ മജ്ലിസിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ടാണോ ഞങ്ങൾ ഇരിക്കുന്നത്, ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ അനുഗ്രഹിക്കണയല്ല. നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും മുത്ത് നബിയോടൊപ്പം നീ ഒരുമിപ്പിക്കണേ. അല്ലാഹ് ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.